الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് എന്താണ് എന്നറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിൻ്റെ പിരികൾ ഓരോന്നോരോന്ന് ഉടഞ്ഞു തീരുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുകയുണ്ടായി. മഹാനായ അഹ്മദ് ഷൗഖിയുടെ ചില വാക്കുകളുണ്ട്. ഇഖ്റഇ താരീഖ് ഇദ് ഫീഹിൽ ഇബർ. നിങ്ങൾ ചരിത്രം പഠിക്കുക, ചരിത്രം ഓതുക, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്. ضل قوم ليس يدرون الخبر. ചരിത്രമറിയാത്ത ആളുകൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഒട്ടേറെ ചരിത്രങ്ങൾ, സ്റ്റോറീസ്, കഥകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, ഹൂദ് നബിയുടെ, സ്വാലിഹ് നബിയുടെ, ശുഐബ് നബിയുടെ, മൂസാ നബിയുടെ, ഈസാ നബിയുടെ, ഇങ്ങനെ പല അമ്പിയാക്കളുടെയും ഓരോ ജനറേഷന്റെ തലമുറകളുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കേട്ട സൂറത്തുൽ കഹഫിൽ 3 കഥകളാണുള്ളത്. അസ്ഹാബുൽ കഹഫിന്റെ ഗുഹാവാസികളുടെ ചരിത്രമുണ്ട്, 2 തോട്ടക്കാരുടെ കഥയുണ്ട്, ദുൽഖർനൈനിയുടെ ചരിത്രമുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകളും ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണിതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് എടുത്ത് പഠിപ്പിക്കുന്നത്? മൂസാ നബിയുടെ, ഖിദ്ർ നബിയുടെ സംഭവമൊക്കെ നമ്മൾ കേട്ടു സൂറത്തുൽ കഹഫിലൂടെ. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം പഠിക്കണം, കേൾക്കണം. അതിൽ നമുക്ക് ഒരുപാട് ഇബ്റത്തുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ നാട്ടി നിർത്തിയ ഐഡൽസിനെയൊക്കെ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബലിനെയും ഇബ്രാഹിം നബിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി ആരാധിച്ചിരുന്ന ഒരു സമുദായത്തിൽ, ഒരു ജനതയിൽ, അങ്ങകലെ സൗദി അറേബ്യയിൽ, ആ മക്കയിൽ, അവിടെയുള്ള നാട്ടിൽ ഖുറൈശികൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെയാണ് ആനക്കലഹ വർഷത്തിലാണ്, അതിൻ്റെ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം ശേഷം, അതല്ലെങ്കിൽ ആ വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും ആ സമൂഹത്തിൽ ആ തിന്മകളിൽ നിന്നെല്ലാം അകന്നു നിന്ന്, ദൂരെ മാറി നിന്ന് ഏകനായ റബ്ബിനെ ധ്യാനിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന ചെറുപ്പക്കാരൻ. 40-ാമത്തെ വയസ്സിലാണ് ജബലുൻ നൂറിലെ ഗാറു ഹിറായിൽ വെച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് ജിബ്രീൽ എന്ന മലക്ക് മുഖേന ലഭിക്കുന്നത്. നുബ്ബിഅ ബിഇഖ്റ വഉർസില ബിൽ മുദ്ദസ്സിർ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആയത്തുകളിലൂടെ നബിയായിക്കൊണ്ട് പ്രവാചകത്വം ലഭിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക വതഹ്ഹിർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തിലൂടെ റസൂലാവുകയും ചെയ്തു. തുടർന്നിങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്ത കുടുംബക്കാരെ വിളിച്ച് താക്കീത് ചെയ്യുക എന്ന നിർദ്ദേശം വന്നു. ഫാമിലി മെമ്പർമാരെ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, അവരെയെല്ലാം വിളിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഈ സഫാ കുന്നിനെ അപ്പുറത്ത് നിന്ന് ഒരു സർവായുധ സജ്ജരായ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു അതെ. കാരണം 40 വർഷത്തോളം ആ സമൂഹത്തിൽ ജീവിച്ച മുഹമ്മദ് ബിൻ അബ്ദില്ല കളവ് പറഞ്ഞിട്ടില്ല, യാതൊരു തോന്നിവാസവും ചെയ്തിട്ടില്ല. അൽ അമീൻ എന്നാണ് അവർ വിളിച്ചിരുന്നത്, സത്യസന്ധനായ, വിശ്വസ്തനായ ഒരു മനുഷ്യൻ. അവിടെയാണ് സഹോദരങ്ങളെ
പ്രഖ്യാപിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളോടും പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയിട്ടുള്ളതായ ഈ ഒരു കലിമത്തു തൗഹീദ്, അൽ ഉർവത്തുൽ വുസ്ഖാ, മിഫ്താഹുൽ ജന്ന, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. മുമ്പുള്ള പ്രവാചകന്മാർക്ക് വഹീ നൽകി, അതുപോലെ മുഹമ്മദ് നബിക്ക് വഹീ നൽകിയത് ഞാനല്ലാതെ ആരാധനില്ല, ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, ഹഖായ നിലക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ അർഹനായിക്കൊണ്ട് മറ്റാരുമില്ല എന്ന കറകളഞ്ഞ തൗഹീദിന്റെ സന്ദേശമാണ് പഠിപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ മാർക്കറ്റിലും പോയി അത് വിളിച്ചു പറഞ്ഞു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും. അവിടുന്ന് അങ്ങോട്ട് സഹോദരങ്ങളെ, അതുവരെ അല്ലമീനായിരുന്ന വിശ്വസ്തനായിരുന്ന ആ വ്യക്തിക്ക് പ്രവാചകത്വത്തിന് ശേഷം പിന്നീട് പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ, ആക്ഷേപങ്ങളുടെ, പരിഹാസങ്ങളുടെ, കുത്തുവാക്കുകളുടെ ഒരവസ്ഥയാണ് ഉണ്ടായത്. സാഹിറെന്ന്, മജ്നൂനെന്ന്, ഞങ്ങൾക്കിടയിൽ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, നിങ്ങളെല്ലാ ആരാധന്മാരെയും ഒന്നാക്കുകയാണോ മുഹമ്മദ്? ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോ പിതൃവിൻ അബൂലഹബ് അയാളുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന തട്ടങ്ങനെ കുടഞ്ഞിട്ട് പറഞ്ഞു, ചബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമാണ് മുഹമ്മദ്, ഇതിനാണോ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്? നീ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ്, കുഴപ്പമുണ്ടാക്കുന്നവനാണ്, കുടുംബങ്ങളെ തെറ്റിക്കുന്നവനാണ്, നാട്ടിൽ ഛിദ്രതയുണ്ടാക്കുന്നവനാണ്. ഇങ്ങനെ ആക്ഷേപങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവിടുന്ന് അങ്ങോട്ട് ഒറ്റയും തെറ്റയുമായിക്കൊണ്ട് ആദ്യം രഹസ്യമായി മക്കയിലെ ദാറുൽ അർഖമിൽ ഇസ്ലാമിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ദഅവത്ത് നടത്തി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 13 വർഷക്കാലം മക്കയിൽ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ, യാതനകളുടെ ആ ഒരു മാർഗത്തിലൂടെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പകർന്നു നൽകുകയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ വിശ്വസിച്ചു പോന്ന, ആചരിച്ചു പോന്ന ഒരു വിശ്വാസത്തിനും ആചാരത്തിനും എതിരായിരുന്നു. അവർക്ക് അള്ളാഹുവിനറിയാം, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയും വഴിപാടും അതുപോലെ തന്നെ മറ്റ് ആരാധനകളൊക്കെ അവർ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ തൗഹീദിന്റെ പ്രകാശം, ആ വെളിച്ചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികൊളുത്തുന്നത്. അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബത്തിനും ഒരുപാട് അക്രമങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അമ്മാർ ഇബ്നു യാസിറിന്റെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അഹദ് അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു മദി എന്ന ആ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവര് ആക്രമിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ശഅബ് അബീ താലിബ് മലഞ്ചെരുവിൽ അവിടെ ബഹിഷ്കരിച്ചു. അവിടെ ഭക്ഷണം ലഭിക്കാതെ മാസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വായിഫിലേക്ക് തൻ്റെ കുടുംബക്കാരുണ്ട്, ഉമ്മയുടെ കുടുംബക്കാർ, അവിടേക്ക് അഭയം തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന ചരിത്രമൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമല്ല. അവിടെ ഉണ്ടായിരുന്ന അങ്ങാടി പിള്ളേരെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ച് ഒരു ഈത്തപ്പന ചുവട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞ് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് അതാ ജിബ്രീൽ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ ജിബാലിനെ കടത്തിയിട്ടുണ്ട്, പർവ്വതങ്ങളുടെ മലക്ക്. ആ മലക്കുൽ ജിബാലു എന്ന് പറഞ്ഞു, സഫാ മർവ കുന്നുകൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ ജനതയെ നശിപ്പിക്കാൻ, തകർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, റബ്ബേ ഈ ഖൗമിനെ നീ പുറത്തു കൊടുക്കണേ, അവർ അറിവില്ലാത്തവരാണ്, വേണ്ട അവരെ നശിപ്പിക്കേണ്ടതില്ല.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹദ ലാ ശരീക ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരെ വെറുതെ വിട്ടേക്കൂ, അവരുടെ മുതുകിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗത്തെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നസീഹത്തിലാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി മുന്നോട്ട് പോയത്. മക്കയുടെ ചരിത്രമാണത്. ഞാനിത് ഈ ഒരു ആമുഖം പറഞ്ഞു വെച്ചത് ഇൻഷാ അല്ലാഹ് ബദറിൻ്റെ ചരിത്രത്തിലേക്ക് വിശ്വാസികൾ വന്നെത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് 1-2 നാളുകളിലായി ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഗസ്വത്ത് ബദർ യുദ്ധം എന്താണ് എന്നും എന്താണ് ബദറിൻ്റെ ചരിത്രമെന്നും ബദറിൻ്റെ സന്ദേശമെന്നും നാം അറിയുകയും മനസ്സിലാക്കുകയും വേണം. പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കാനുമെല്ലാം പലരും ബദറിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്താണ് യഥാർത്ഥ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമ്മൾ 14-15 നോമ്പിലേക്കൊക്കെയാണ് പോകുന്നത്. ഹിജ്റ 2-ാം വർഷം ഒരു റമദാനിലെ 17-നാണ് ഗസ്വത്ത് ബദർ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഉറച്ചു നിന്ന് ചരിത്രത്തിൽ നിന്ന് ആവേശം പാഠവും ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിലും ആചാരത്തിലും മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.